ഇന്ന് ആരാധന എന്ന് പറയും നമ്മൾ പ്രത്യേകമായ ഒരു കാറ്റഗറി തിരിക്കുകയും ഇതിനപ്പുറത്തേക്കുള്ളതൊക്കെ മറ്റെന്തോ ആണെന്ന് വിചാരിച്ച് ജീവിതം വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ നമ്മളിങ്ങനെ ആടി തിമിർത്ത് പോവുകയാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്. ധാർമ്മികതയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ എൻ്റെ മറുപടി? നമസ്കാരമുള്ളവനെ കഞ്ചാവ് കേസ് പിടിക്കുന്നില്ലേ? നമസ്കാരമുള്ളവന്റെ വീട്ടിൽ എന്തെല്ലാം അധാർമിക പ്രവർത്തനങ്ങൾ. ഞാൻ ഈ ആഴ്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി പണം സമാഹരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നു ഒരു വിവാഹത്തിന്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് നടത്തുന്നത്. ഇന്ന് ഡാൻസ് കളിക്കാൻ അറിയാത്തൊരു പെണ്ണിന് മാന്യമായി വിവാഹം കഴിച്ചു പോകാൻ കഴിയും? നൃത്തം ചെയ്യാത്ത ഒരു പെണ്ണ് മാന്യമായി വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയും? ഇന്ന് ഒരു പാവപ്പെട്ട വാപ്പ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ അതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം കടക്കാരെ കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത സങ്കീർണതയിലേക്ക് അവർ പോകും. അത്രയും ദുരാചാരങ്ങൾ മതത്തിന്റെ പേരിൽ നടമാടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത്. ഇതൊക്കെ മതവുമായി വല്ല ബന്ധമുണ്ട്? ഇതിന്റെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരികളൊക്കെ പറയുന്നത് മതം പ്രശ്നമാണ്, മതം കുഴപ്പമാണ്, മതം വിഷയമാണ്, മതമാണ് നമ്മളെ തമ്മിൽ അകറ്റിയത്, മതം കാരണമാണ് ഈ സങ്കീർണതകൾ മുഴുവൻ വന്നത് എന്ന്. മതം എന്ന് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ഒന്ന് അങ്കലാപ്പ് വരുന്ന തരത്തിലേക്ക് ഈ ഒരു വിശ്വാസത്തെ എത്തിച്ചത് സത്യത്തിൽ നമ്മളെ എതിർക്കുന്ന നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മതവിരുദ്ധരോ ആയ ആളുകളല്ല, നമ്മൾ വിശ്വാസികൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് ഏറ്റവും സരളസുന്ദരമായ ലളിതമായ വിവാഹത്തിന്റെ മാതൃക കാണിച്ച പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിൻ്റെ. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെ പെണ്ണിന്റെ പിതാവും പുതിയാപ്പളയും തമ്മിൽ ഉറപ്പിക്കുന്ന ഒരു കരാറ് മാത്രം, ചെറിയ ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു പരിപാടി. ഇന്ന് ആ പരിപാടിയെ വ്യാഴാഴ്ച കല്യാണമാക്കി, വെള്ളിയാഴ്ച കല്യാണമാക്കി, ശനിയാഴ്ച കല്യാണമാക്കി, ഞായറാഴ്ച കല്യാണമാക്കി. ഈ 4 ദിവസത്തെയും ചെലവ് വഹിക്കേണ്ടത് ആ പിതാവാണ്. ചെറുക്കൻ ഇടുന്ന വസ്ത്രത്തിന്റെ വരെ പണം വാപ്പ കൊടുക്കേണ്ട അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു. നമ്മളൊക്കെ മതവിശ്വാസികളാണെന്ന് ഘോരം പറയുകയും അതിൻ്റെ ആത്മസമൃദ്ധിയിൽ ജീവിക്കുന്നവരുമാണല്ലോ നമ്മളൊക്കെ. എവിടെ നമ്മുടെ മതം? ഒരു പാവപ്പെട്ട പെണ്ണിനെ, ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ, ദീനിയായ ഒരു പെണ്ണിനെ ഒന്നും മേടിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സാക്ഷി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മയും വാപ്പയും സമ്മതിക്കുമോ? നിന്റെ മൂത്ത 2 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോൾ വാപ്പാക്കുണ്ടായ ബാധ്യത നിനക്കറിയാമല്ലോ, അത് തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞ് അവനെ സങ്കീർണമാക്കുന്നു. ഇന്നലെ രാത്രിയിലും ഒരു ചെറുപ്പക്കാരൻ കണ്ണൂരിൽ നിന്ന് വിളിച്ചു, ഞാൻ വിഷം കഴിക്കാൻ പോവുകയാണെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? ഭാര്യയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെ ഉമ്മാനെ അകറ്റും? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തുമ്പോൾ ഉമ്മാടെ മഹത്വം പറയുന്നു. ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റുമോ? വലിയ പ്രതീക്ഷകളോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഭാര്യ ഒഴിവാക്കാൻ പറ്റുമോ? എന്താ വേണ്ടത്? ഉമ്മ വിചാരിക്കണം എൻ്റെ മകൻ സമാധാനമായിട്ട് ഉറങ്ങണമെന്ന് ഉമ്മ വിചാരിക്കണം. ഭാര്യ വിചാരിക്കണം ഞാൻ മറുപടി പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഉറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് പോകും, മാനസിക രോഗിയാകും. കള്ളുകൂടി തുടങ്ങിയവരുണ്ട് ഇതിന്റെ പേരിൽ. ഉറങ്ങാൻ വേണ്ടി, രാത്രി ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നാൽ ഒരു സമാധാനവുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് മതമില്ലാത്തവരാണ്. 4ഉം 5ഉം ഉംറയും ഹജ്ജും 24 മണിക്കൂർ തസ്ബീഹ് മാല മറിക്കുന്നവരുമാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ നിസ്കാരം, ഈ ഇബാദത്തിന്റെയൊക്കെ അന്തസത്ത എന്നുള്ളത് ധാർമ്മിക ജീവിതം നൽകലാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയം നിങ്ങളുടെ ആരാധന കർമ്മങ്ങൾ, നിങ്ങളെ മ്ലേച്ഛമായ അധാർമികമായ പ്രവർത്തനങ്ങൾ തടയും. നിങ്ങളെ എങ്ങനെ തടയുന്നില്ലെങ്കിൽ നിങ്ങൾ കുനിയലും നിവരവല്ലും അല്ലാതെ നിങ്ങളുടെ പ്രവർത്തനത്തിന് യാതൊരു ഫലവുമില്ല. അതിലും നല്ലത് ജിമ്മിൽ പോകലാണ്, കുറച്ചും കൂടി ഫിറ്റ്നസ് ഉണ്ടാകും. നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് മാന്യമായി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ അർത്ഥം എന്താണ്? പടച്ചവനാ പറഞ്ഞത് നിങ്ങളുടെ നമസ്കാരത്തിന്റെ അന്തസത്ത എന്നുള്ളത് അധാർമികതകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കലാണ്. നിങ്ങളെ തടയുമെന്നാ പറഞ്ഞത്. നിങ്ങളെ തടയുന്നില്ലല്ലോ. മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.
എല്ലാവരും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ നാട്. മതമല്ല. എൻ്റെ ചെറുപ്പക്കാരികളായ പെൺമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എറണാകുളം മറൈൻ ഡ്രൈവിൽ പബ്ലിക് ഒപ്പീനിയൻ നടക്കുകയാണ് ചാനലുകാരുടെ. കുട്ടിയോട് ചോദിക്കുന്നു, മതമാണോ ശാസ്ത്രമാണോ നല്ലത്? ഇപ്പോൾ കുട്ടി പറയാണ് ശാസ്ത്രമാണ് നല്ലത്. വർത്തമാനകാലത്ത് കുട്ടികൾക്കറിയില്ല എന്താണ് മതം, എന്ത് ശാസ്ത്രം. ഇത് ദ്വന്ദ്മാണ് എന്നാണ് വിചാരിക്കുന്നത്. ശാസ്ത്രം വേണം. ശാസ്ത്രമുള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ഇന്നിന്റെ ഏറ്റവും വലിയ ടെക്നോളജിയായ മൊബൈൽ ഇരിക്കുന്നത്. പക്ഷെ ആ മൊബൈല് പറയില്ല എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാളെ വിളിക്കാൻ പാടില്ല, അത് പ്രശ്നമാണ് എന്ന്. ആ മൊബൈൽ പറയില്ല എൻ്റെ മാനസിക നിലവാരത്തെ തകർക്കുന്ന അശ്ലീലമായതൊന്നും ഞാൻ കാണാൻ പാടില്ല എന്ന് ആ ശാസ്ത്രം പറയില്ല. അതുകൊണ്ട് മതവും വേണം, ശാസ്ത്രവും വേണം. ഓപ്പൻഹൈമർ ആറ്റം ബോംബ് കണ്ടുപിടിക്കുമ്പോൾ അത് ഹിരോഷിമയിൽ ഇടാൻ പാടില്ല. വലാ തഖ്തുല നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അകാരണമായി മനുഷ്യരെ കൊല്ലരുതേ എന്ന തത്വമൊന്നും ശാസ്ത്രത്തിലില്ല. ശാസ്ത്രം നമ്മുടെ ജീവിത പുരോഗതിക്കുള്ളതാണ്. മതം നമ്മളുടെ ധാർമ്മികമായ ജീവിതത്തിനുള്ളതാണ്.